ഇപ്പോൾ തമിഴ് സിനിമയിലെ അടുത്ത സ്റ്റാർ അല്ലെങ്കിൽ അടുത്ത ദളപതി ആരാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും പറയുന്ന ഒരു ഉത്തരം ശിവകാർത്തികേയനാണ്. അത് പ്രത്യേകിച്ച് ഗോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരു ഹൈപ്പ് ശരിക്കും ശിവകാർത്തികേയൻ ഉണ്ടായത്. കാരണം ഗോട്ട് കഴിഞ്ഞ് ഇറങ്ങിയ അമരൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അതുപോലത്തെ ഒരു കളക്ഷൻ ഭയങ്കര ഇനീഷ്യൽ പുള്ളാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ തിയേറ്റർ ഓണേഴ്സൊക്കെ തന്നെ അതിനൊക്കെ ശേഷം അവരുടെ ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിരുന്നു, അതായത് വിജയ് ഗോട്ടിൽ ശിവകാർത്തികേയന് തുപ്പാക്കി കൊടുത്തത് കൊണ്ട് മാത്രമാണ് അമരന് ആ ഒരു പുഷ് കിട്ടിയത്. ഇല്ലെങ്കിൽ അമരൻ എന്ന് പറയുന്ന വളരെ ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാജിക് എൻഡ് വരുന്ന ഒരു സിനിമയ്ക്ക് ഇതുപോലൊരു ഇനീഷ്യൽ പുള്ളോ അല്ലെങ്കിൽ ഇതുപോലൊരു കളക്ഷനോ കിട്ടില്ല. അപ്പോൾ അടുത്തത് ശിവകാർത്തികേയൻ തന്നെയായിരിക്കും, അത് വിജയ് അറിഞ്ഞ് തുപ്പാക്കി കൊടുത്തു എന്ന രീതിയിലാണ് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ഇറങ്ങിയ ശിവകാർത്തികേയൻ്റെ സിനിമകളൊക്കെ ഒന്നും വിചാരിച്ച പോലെ വന്നില്ല. കാരണം അമരന് ശേഷം അമരന് കിട്ടിയ ഒരു കളക്ഷനെക്കാട്ടും താഴെയായിരുന്നു അതിനുശേഷം വന്ന മദിരാസി ആയാലും പിന്നീട് ഇപ്പോൾ വന്ന പരാശക്തി ആയാലും. അപ്പോൾ ഇപ്പോൾ പരാശക്തി എന്ന് പറയുന്ന ഒരു സിനിമയും റിലീസിനോടനുബന്ധിച്ച് വന്നപ്പോൾ ജനനായകൻ്റെ കൂടെ ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിജയ് ഫാൻസ് ശിവകാർത്തികേയനെ അമരൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്ത ആ ഒരു വിജയ് ഫാൻസ് വരെ ശിവകാർത്തികേയനെതിരെ വന്നിരിക്കുകയാണ്. പിന്നെ ആ ഒരു സിനിമ കുറേ നെഗറ്റീവ് റിവ്യൂ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ജനനായകൻ തിയേറ്ററിൽ നിന്ന് മാറ്റേണ്ടി വന്നു. പിന്നെ ജനനായകനെ ഈ പറയുന്ന പരാശക്തിയുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു റെഡ് ജൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഡി എം കെ ആ ഒരു ഗ്രൂപ്പ് എങ്ങനെ പൊളിറ്റിക്കലി എന്താ പറയുക പൊളിറ്റിക്കലി ഉള്ള ശത്രുത ഈ ഒരു സിനിമ വിജയോടുള്ള ശത്രുത ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമയോട് ചെയ്തതൊക്കെ വിജയ് ഫാൻസ് ശരിക്ക് ഇളക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ശരിക്ക് ശിവകാർത്തികേയന് ഒരു കൂടുതൽ എന്താ പറയുക ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ കുറേ സൈബർ അറ്റാക്കുകൾ, ശിവകാർത്തികേയനെതിരെ കുറേ പോസ്റ്റുകൾ വരുന്നു. അപ്പോൾ അതായത് ഇന്നാൾ ഒരു ചർച്ച പറഞ്ഞ പോലെ ശിവകാർത്തികേയൻ്റെ ശത്രുക്കളെല്ലാവരും ഇപ്പോൾ ഒരുമിക്കുകയാണോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അജണ്ട ശിവകാർത്തികേയനെതിരെ വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശിവകാർത്തികേയൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം ശരിക്ക് എന്താ പറയുക ഒരു എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചു. അതിനുശേഷം അദ്ദേഹം മിമിക്രിയൊക്കെ ചെയ്തിരുന്നു, സ്കിറ്റുകൾ ചെയ്തു. അങ്ങനെ സ്റ്റാർ വിജയ് ചാനലിൽ ജോലിക്ക് കയറി അവർ അവതാരകനായി. അന്ന് അവതാരകനായിരുന്ന സമയത്ത് ഒരു 2008, 10 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എന്താ പറയുക എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട, അതായത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ളൊരു മുഖമായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ സ്റ്റാർസിനെ എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം അന്ന് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റാർസും, അതായത് അങ്ങ് വിജയ് മുതൽ അങ്ങോട്ടുള്ള യുവതാരനിലയിലുള്ള എല്ലാ സ്റ്റാർസും അന്നത്തെ പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ ശിവകാർത്തികേയൻ വളരെ എനർജറ്റിക് ആയിട്ട് ഇവരോടൊക്കെ സംസാരിക്കുന്നു, ഇവരെയൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, കുറേ ഒരു ഗെയിംസ് കളിക്കുന്നു, അങ്ങനെ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ശിവകാർത്തികേയനെയാണ് ശരിക്കും അന്ന് അജിത്തിൻ്റെ എനിക്കൊണ്ട് 2008 ഇറങ്ങിയ ഒരു സിനിമ അനേകൻ എന്ന് പറയുന്നൊരു സിനിമ, അനേകനാണോ ഏകനാണോ ഞാൻ പേര് മറന്നു, ഒരു സിനിമയുണ്ട്. ആ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ശിവകാർത്തികേയൻ ചെയ്തു. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് കട്ടായിപ്പോയി. പിന്നീട് ധനുഷിൻ്റെ 3 എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ധനുഷിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വന്നു. പിന്നെ മറീന എന്ന് പറയുന്ന ഒരു മറീന ബീച്ചിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ളൊരു കഥ, അതിൽ ഒരു വേഷത്തിൽ വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2013 കഴിഞ്ഞപ്പോൾ കേടി രംഗ എന്ന് പറയുന്ന ഒരു സിനിമ, എന്താ പറയുക കുറേ സിനിമകൾ, കുറച്ച് ലൈറ്റ് കോമഡി സിനിമകളും ഫാമിലി സിനിമകളും റൊമാൻസ് സിനിമകളൊക്കെ വന്ന് ഒരു 2013, 14, 15 കാക്കി സട്ടൈ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ റമോ ചെയ്തു. പിന്നെ അത്യാവശ്യം ഒരു താരമൂല്യത്തിലേക്ക് തന്നെ ശിവകാർത്തികേയൻ വന്നു. 2016, 17 എത്തിയപ്പോൾ തന്നെ ഒരു ടോപ്പ് 10 ആ ഒരു ലീഗിലോട്ട് തന്നെ ശിവകാർത്തികേയൻ വന്നു. അപ്പോൾ അന്ന് ശിവകാർത്തികേയൻ അവതാരകനായിരുന്ന സമയത്ത് അന്നത്തെ സ്റ്റാർസ് ജീവി ആയിക്കോട്ടെ, ആര്യ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പിന്നെ അങ്ങനത്തെ കുറേ താരങ്ങൾ, ഇവരെല്ലാവർക്കാട്ടും മുകളിലോട്ട് ശിവകാർത്തികേയൻ വളർന്നു. അപ്പോൾ ശരിക്കും ഒരു ഔട്ട്സൈഡറാണ് ശിവകാർത്തികേയൻ, ഒരു നെപ്പോ കിഡൊന്നുമല്ല, മറ്റൊരു പ്രൊഡ്യൂസറുടെ മകനോ ഒരു എന്താ പറയുക പഴയ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനോ ഒന്നുമല്ല ശിവകാർത്തികേയൻ. പക്ഷെ ആ ഒരു സ്വന്തമായിട്ടൊരു പ്രയത്നിച്ച് അദ്ദേഹം സെലക്ട് ചെയ്ത സിനിമകൾ, ഇതിൻ്റെയൊക്കെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് ശിവകാർത്തികേയൻ കയറി വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കോൺട്രവേഴ്സീസ് ശിവകാർത്തികേയനെതിരെ വന്നത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പരാശക്തിയുമായി ബന്ധപ്പെട്ട് വന്ന കോൺട്രവേഴ്സിക്ക് മുമ്പ് തന്നെ ശിവകാർത്തികേയനെതിരെ കുറച്ച് കോൺട്രവേഴ്സീസൊക്കെ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡി ഇമൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, അത് ശിവകാർത്തികേയൻ്റെ സിനിമകൾക്കൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികേയനായിട്ട് വളരെയധികം സൗഹൃദമുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ഒരു പിരിയുന്ന ഒരു ഘട്ടത്തിൽ പറഞ്ഞത്
ശിവകാർത്തികേയനെതിരെ മോശമായിട്ട് പറഞ്ഞു. അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ശിവകാർത്തികേയൻ്റെ കൂടെ ഞാൻ ഇനി ഒരിക്കലും വർക്കില്ല, എനിക്കൊരിക്കലും ശിവകാർത്തികേയന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല, എന്നെ വ്യക്തിപരമായിട്ട് വേദനിപ്പിച്ചിട്ടുള്ള, എന്നെ ദ്രോഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ്. അപ്പോൾ അതിനെതിരെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകളൊക്കെ വന്നു, എന്താണ് ഒരു കാരണം എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വന്നിരുന്നു. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഡീമൻ്റെ വൈഫ് മോണിക്ക റിച്ചാർഡ് പറഞ്ഞിരുന്നത് ശിവകാർത്തികേയൻ ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് മീഡിയേഷനൊക്കെ വന്നിരുന്നു, അപ്പോൾ അതിൻ്റെ പേരിലൊക്കെയാണ് എന്ന രീതിയിലാണ്. എന്തായാലും അത് വലിയൊരു അലിഗേഷനായിരുന്നു. അതായത് അത് കുറച്ചും കൂടി മോശമല്ല. ഈ പറഞ്ഞ ശിവകാർത്തികേയൻ ഇഷ്ടപ്പെടാത്തൊരു പേരെന്ന് പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഡീമൻ്റെ കുടുംബജീവിതം തകർത്തത് ശിവകാർത്തികേയനാണെന്ന് പറഞ്ഞ് മോശമായിട്ട് രീതിയിൽ ശിവകാർത്തികേയൻ ഒരു വില്ലനാക്കുന്ന രീതിയിലൊക്കെ അന്ന് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചകളൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ മറന്നു. കാരണം ശിവകാർത്തികേയൻ ഒരു ഫാമിലി ഇമേജാണ്. അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് കുട്ടികളും സ്ത്രീകളും ഒക്കെ എൻ്റെ സിനിമകൾ കാണാം, അവരാണ് എൻ്റെ സിനിമകൾ കൂടുതൽ കാണാം, അതുകൊണ്ട് അവരെ അൺകംഫർട്ടബിൾ ആക്കുന്ന സീൻസൊന്നും കഴിയുന്നതും ഞാൻ എൻ്റെ സിനിമയിൽ ഉൾപ്പെടുത്താറില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ശിവകാർത്തികേയൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് പ്രൊഡ്യൂസേഴ്സിനായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് അന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഈ അടുത്തും, അതായത് രണ്ട് രീതിയിലാണ് ആ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടത്. അല്ല, മെയിനായിട്ട് ജ്ഞാനവേൽ രാജ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡിയോ ഗ്രീൻ്റെ, അതുപോലെ തന്നെ എസ്കേപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പിൻ്റെ മദൻ എന്ന് പറയുന്നത്, ഇവരൊക്കെ പറഞ്ഞിരുന്നത് ശിവകാർത്തികേയൻ അഡ്വാൻസ് മേടിച്ചിട്ട് ശിവകാർത്തികേയൻ സിനിമകൾ ചെയ്യാതിരുന്നു എന്നാണ്. നമുക്കറിയാം ശിവകാർത്തികേയൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരുപാട് സിനിമകൾ ശിവകാർത്തികേയൻ കമ്മിറ്റ് ചെയ്തു, എല്ലാം വലിയ ബഡ്ജറ്റ് സിനിമകളൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ വേലക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ ഫഹദ് ഫാസിലൊക്കെ അഭിനയിച്ചൊരു സിനിമയുണ്ട്, ആ ഒരു സിനിമ ശരിക്കും അന്ന് പരാജയമായിരുന്നു, വലിയ വിജയമല്ലായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ റെമോ കുറച്ച് മിക്സ്ഡ് ഒപ്പീനിയൻ ആണെങ്കിൽ പോലും റെമോ അത്യാവശ്യം കളക്ട് ചെയ്തൊരു സിനിമയായിരുന്നു. പക്ഷേ വേലക്കാരൻ മുതൽ അങ്ങോട്ട് ശിവകാർത്തികേയൻ സിനിമകൾക്കൊക്കെ ബഡ്ജറ്റ് കൂടാൻ തോന്നി. അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ സിനിമ പോലെ, അല്ലെങ്കിൽ വലിയൊരു സ്റ്റാർ സിനിമ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെയൊക്കെ ഒരു ക്യാൻവാസായി മാറിയത്. അപ്പോൾ തന്നെ പല ഭാഗത്തും വിമർശനങ്ങളുണ്ടായിരുന്നു. കാരണം ശിവകാർത്തികേയൻ നല്ല നടനാണ്, അത്യാവശ്യം നന്നായി കളക്ട് ചെയ്യാൻ സിനിമകൾ എന്താ പറയുക ബോക്സ് ഓഫീസിൽ കളക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്ന നടനാണ്. പക്ഷേ ഇത്ര ബഡ്ജറ്റ് വേണോ, ഈ ഒരു ബഡ്ജറ്റ് ഇത്ര ഹൈ ബഡ്ജറ്റ് ശിവകാർത്തികേയൻ സിനിമകൾ ചെയ്യണോ, അദ്ദേഹം തന്നെ അത് ചിന്തിക്കേണ്ടതാണെന്ന രീതിയിലൊക്കെ കുറേ പേരൊക്കെ അത് തുറന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം പിന്നീട് ഡോക്ടർ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ശരിക്കും ശക്തമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഡോക്ടർ, ഡോൺ, മാവീരൻ, കുറേ സിനിമകൾ വന്നു. അതിൽ പ്രിൻസ് എന്ന് പറയുന്നൊരു സിനിമ വന്നു. പ്രിൻസ് ശരിക്കും പരാജയമായിരുന്നു. പ്രിൻസ് എന്ന് പറയുന്ന സിനിമ അങ്ങനെ വലിയൊരു വിജയമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാവീരൻ ഇറങ്ങിയത്. അപ്പോൾ ശിവകാർത്തികേയൻ പറഞ്ഞു, കഴിഞ്ഞ സിനിമ എനിക്ക് കുറച്ച് മോശമായിരുന്നു, പക്ഷേ ഈ ഒരു സിനിമ ഞാൻ എൻ്റെ ഫാൻസിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് 100% ഇത് തരികയാണ്, എന്താ പറയുക, ഞാനൊരു അഷുറൻസ് തരികയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മാവീരൻ്റെ പ്രൊമോഷനൊക്കെ പറഞ്ഞത്. മാവീരൻ തരക്കേടില്ലാത്ത ഒരു വിജയം തന്നെയായിരുന്നു, നല്ലൊരു സിനിമയും തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ വിവാദങ്ങൾ, അതായത് ഈ ധനുഷിനായിട്ടുള്ള ഒരു വലിയൊരു വിവാദമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം ധനുഷാണ് നമുക്കറിയാം ശിവകാർത്തികേയൻ്റെ തുടക്കകാലത്ത് ശിവകാർത്തികേയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇൻ്റർവ്യൂസൊക്കെ നോക്കുമ്പോൾ ധനുഷ് പറയും, അത് ഞാൻ കൊണ്ടുവന്നു എന്നല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു നല്ല ഒരു നടനാണെന്നൊക്കെ പറഞ്ഞ് ശിവകാർത്തികേയനെ ചേർത്ത് കൊണ്ടുവന്നാണ്. ഒരു സുഹൃത്തായിട്ട് സിനിമയിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ശിവകാർത്തികേയൻ്റെ തുടക്കകാലത്തെ സിനിമകളൊക്കെ ധനുഷ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. എനിക്കൊണ്ട് കാക്കി സട്ട എന്ന് പറയുന്ന സിനിമയൊക്കെ ധനുഷ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ധനുഷിനോളം തന്നെ വേണമെങ്കിൽ നമുക്ക് വളർന്നു എന്ന് പറയാം. ഒരു ഘട്ടത്തിൽ ധനുഷിന് ഇത്തിരി താരമൂല്യം ഡൗൺ ആയപ്പോഴും ശിവകാർത്തികേയൻ ഹിറ്റുകൾ കൊടുത്തിരുന്ന ഒരു സമയം തന്നെയായിരുന്നു. കാരണം കുറച്ച് ഏതൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിൽ ഒരു നല്ല ഓപ്പണിംഗ് കിട്ടുന്ന ഒരു ടോപ്പ് ഒരു 6-7 ആക്ടേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ശിവകാർത്തികേയൻ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. അതായത് അതുവരെ ഉണ്ടായിരുന്ന മറ്റു താരങ്ങളൊക്കെ പിന്തള്ളി ശിവകാർത്തികേയൻ കയറി വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയായിരുന്നു അത്. അപ്പോൾ അതിനുശേഷം ഈ സൂര്യ എന്ന് പറയുന്ന ഒരു നടൻ, സൂര്യ അഭിനയിച്ച ഒരു സിനിമ, ആ ഒരു എന്താ പറയുക സിനിമയുടെ ഒരു ലോഞ്ചിന് ഒരു പ്രൊമോഷൻ സമയത്ത് ശിവകാർത്തികേയൻ വന്നിട്ട് പറഞ്ഞത്, ഞാൻ ആരെയും എന്നെക്കുറിച്ച് പലരും പറയുന്നുണ്ട്, അതായത് ഞാനാണ് കൊണ്ടുവന്നത് എന്ന രീതിയിലൊക്കെ, പക്ഷെ ഞാൻ അങ്ങനെ ആരെയും പറയുന്നില്ല, ഞാൻ ആരുടെയും ഗോഡ് ഫാദർ ആവുന്നില്ല എന്ന രീതിയിലാണ് ശിവകാർത്തികേയൻ പറഞ്ഞത്. അപ്പോൾ അത് ധനുഷിനെതിരെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചർച്ച. അതായത് ധനുഷ് ഫാൻസൊക്കെ ശിവകാർത്തികേയനെതിരെ വരികയും ധനുഷ് ഹേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അവരൊക്കെ ശിവകാർത്തികേയനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതൊക്കെ പറഞ്ഞത്. പക്ഷേ എവിടെയും ശിവകാർത്തികേയൻ പേര് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടും ഇവർ പക്ഷേ ഒരുമിച്ച് പല ഫംഗ്ഷനൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി ശിവകാർത്തികേയൻ ധനുഷൊക്കെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും അതിനുശേഷം ധനുഷ് ശിവകാർത്തികേയൻ ഒരുമിച്ചൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഇത് ധനുഷിനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്ന് അറിയില്ല.
ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സ്റ്റുഡിയോ ഗ്രീനിന് എതിരെ ഇപ്പോൾ ശിവകാർത്തികേയൻ വീണ്ടും ഒരു കേസ് ഉള്ളത്. സ്റ്റുഡിയോ ഗ്രീനിൻ്റെ മിസ്റ്റർ ലോക്കൽ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയ്ക്ക് ഏകദേശം 15 കോടി രൂപയാണ് അന്ന് ശിവകാർത്തികേയൻ 2018-ലോ 19-ലോ ആ ഒരു സിനിമ, അന്ന് 15 കോടി രൂപയാണ് ശിവകാർത്തികേയൻ റെമ്യൂണറേഷൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ ഒരു 4 കോടി കുറച്ച്, അതായത് പല ഇൻസ്റ്റാൾമെൻറ്റ്സിലായിട്ടാണ് പ്രൊഡ്യൂസർ ശിവകാർത്തികേയന് എമൗണ്ട് കൊടുത്തത്. അതിലൊരു 11 കോടി കൊടുത്തുള്ളൂ, ബാക്കി പൈസ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ സ്റ്റുഡിയോ ഗ്രീനിൻ്റെ പല സിനിമകൾ ഇറങ്ങാൻ നിൽക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ നിന്ന് എന്തൊരു സ്റ്റേ ഒക്കെ മേടിച്ചിട്ട് ഒരു കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ശിവകാർത്തികേയൻ പോയത്. അപ്പോൾ ബാക്കി പൈസ തരാതെ അവരുടെ സിനിമകളൊന്നും ഇറക്കരുതെന്ന രീതിയിലാണ് കോടതിയെ ശിവകാർത്തികേയൻ അഡ്വക്കേറ്റ് വഴി അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ശിവകാർത്തികേയനെതിരെ കുറേ ആളുകൾ വന്നു, കാരണം അത് ചെയ്യാൻ പാടില്ല, കാരണം സ്റ്റുഡിയോ ഗ്രീൻ ഇപ്പോൾ ഇത്തിരി മോശത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ അതിനെതിരെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു വേർഷൻ കേട്ടത് ഇത് സ്റ്റുഡിയോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ്. അവർ അത്യാവശ്യം നല്ല പ്രൊഡ്യൂസർ സിനിമകളൊക്കെ ചെയ്യുന്നു, പക്ഷേ കഴിഞ്ഞ കുറച്ച് സിനിമകൾ അവർക്ക് പരാജയപ്പെട്ട് കുറേ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ നിൽക്കുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് റെഡ് ജയൻറ്റ് അവർ ശിവകാർത്തികേയനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നും പറഞ്ഞ് ചർച്ചകളുണ്ട്. കാരണം റെഡ് ജയൻറ്റ് അവരുടെ ഒരു വലിയൊരു ടോപ്പ് പ്രൊഡക്ഷൻ കമ്പനി, നമുക്കറിയാം സൺ പിക്ചേഴ്സിൻ്റെ, പിന്നെ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് റെഡ് ജയൻറ്റ്. അപ്പോൾ റെഡ് ജയൻറ്റ് എല്ലാം വെട്ടിപ്പിടിക്കാനുള്ളൊരു ശ്രമമാണ്. അവർ മാത്രം അവിടെ മതി, ബാക്കി പ്രൊഡക്ഷൻ കമ്പനീസ് ഒന്നും അവിടെ വേണ്ട. അപ്പോൾ ബാക്കി പ്രൊഡക്ഷൻ കമ്പനീസിനൊക്കെ ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ എല്ലാം വെട്ടിപ്പിടിക്കാം, അവിടെ ഒരു നമ്പർ 1 ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലോട്ട് മാറാൻ വേണ്ടി ഒരു ശ്രമമാണ്. അതിനുവേണ്ടി ശിവകാർത്തികേയനെ യൂസ് ചെയ്യുകയാണ് എന്നാണ് ഒരു ചർച്ച. കാരണം ഇതിൻ്റെ കൂടെ പറയേണ്ടത് പരാശക്തിയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന അദ്ദേഹം റെഡ് ജയൻറ്റിൻ്റെ ഇവരുടെ DMK കുടുംബത്തിനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്, ആകാശ്. അപ്പോൾ പരാശക്തിയും ഈ പറഞ്ഞ പോലെ ജനനായകൻ്റെ കൂടെ ഒപ്പം തന്നെ കൊണ്ട് ഇറക്കുന്നത് വിജയനെ ചവിട്ടാൻ വേണ്ടി, വിജയുടെ സിനിമയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതും DMK ചെയ്യിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ അത് ചീത്തവിളി മുഴുവൻ കേൾക്കുന്നത് ശിവകാർത്തികേയനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ശിവകാർത്തികേയനെതിരെ എങ്ങനെ അലിഗേഷൻസ് അല്ലെങ്കിൽ കോൺട്രവേഴ്സികൾ വരുന്നു. പിന്നെ ഈ പരാശക്തി സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ ഒരു കോൺഗ്രസ്സുകാർ വരെ, എനിക്കൊന്ന് യൂത്ത് കോൺഗ്രസ് വരെ ആ ഒരു സിനിമ പഴയ 60 കാലഘട്ടങ്ങളിലാണ്, അങ്ങനെ അന്ന് കോൺഗ്രസ്സാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അപ്പോൾ കോൺഗ്രസിനെതിരെ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ ബഹളമൊക്കെ വെച്ചിരുന്നു. പക്ഷേ ശിവകാർത്തികേയൻ അങ്ങനെയൊന്നുമില്ല, ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സിനിമയല്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ജനനായകൻ റിലീസ് നടക്കാതെ ഇപ്പോൾ വിജയ് ഫാൻസ് പരാശക്തിയുടെ പോസ്റ്റേഴ്സൊക്കെ വലിച്ചു കയറുന്നു, ശിവകാർത്തികേയനെതിരെ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്താ പറയുക, ആകെ ശിവകാർത്തികേയൻ ഒരു ടെൻഷൻ പിടിച്ച് ആണ് ആ ഒരു സമയത്തിലൂടെ കടന്നുപോയത്. ഇപ്പോൾ പരാശക്തി സിനിമയും വലുതായിട്ടൊന്നും വിജയിച്ചില്ല. അപ്പോൾ ശിവകാർത്തികേയൻ വീണ്ടും എന്താ പറയുക ടെൻഷനിലൂടെയാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് ശിവകാർത്തികേയൻ ഇനിക്കൂടെ പരാശക്തി ടീം മൊത്തം നരേന്ദ്രമോദിനെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ മോദിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോദിയുമായിട്ടുള്ള ശിവകാർത്തികേയൻ്റെ ഫോട്ടോസൊക്കെ ഇറങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ മോദി വിരോധികൾ അല്ലെങ്കിൽ BJP വിരോധികളും വീണ്ടും ശിവകാർത്തികേയനെതിരെ കുറേ ചീത്തവിളികളൊക്കെ ഇട്ട് വന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നടൻ ജീവയുടെ കുറച്ച് കാലം മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂ ആണ് അത്. വീണ്ടും ഇപ്പോൾ ജീവയുടെ സിനിമ പൊങ്കലിൽ റിലീസായപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വീണ്ടും ആളുകൾ കുത്തിപ്പൊക്കി. കാരണം ജീവ അതിൽ പറയുന്നുണ്ട് ശിവകാർത്തികേയൻ്റെ കുറിച്ച് ഒരു കോമ്പറ്റീഷൻ, ശിവകാർത്തികേയൻ്റെ ഒരു കോമ്പറ്റീഷൻ ആണെന്ന് വെച്ചപ്പോൾ പറയണത് ശിവകാർത്തികേയൻ എൻ്റെ സിനിമകൾ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. കാരണം ജീവ പറഞ്ഞത് ശിവകാർത്തികേയൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ശിവകാർത്തികേയൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ജീവയുടെ സിനിമകൾ കണ്ട് വളർന്നിട്ടുള്ളതാണ്. അപ്പോൾ ജീവനെ ഒരു ഇൻസ്പിറേഷനായിട്ടാണ് ശിവകാർത്തികേയൻ കണ്ടിട്ടുള്ളത് എന്ന് ജീവയോട് തന്നെ ശിവകാർത്തികേയൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ വന്നിരുന്ന മറ്റ് ജയം രവി, അതുപോലെ തന്നെ ആര്യ, വിശാൽ, ഇവരൊക്കെ ഞാൻ കോമ്പീറ്ററായിട്ട് കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും ശിവകാർത്തികേയനെ കോമ്പീറ്ററായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് ജീവ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ജീവയ്ക്ക് ഒരു ഹിറ്റ് കിട്ടി, പക്ഷെ അതുവരെ ജീവ ശരിക്കും ഡൗൺ ആണ്. അതായത് ശിവകാർത്തികേയനെക്കാട്ടും താരമൂല്യം താഴെയാണ് ജീവയായാലും ആര്യയായാലും അല്ലെങ്കിൽ വിശാലായാലും ഈ പറഞ്ഞ ജയം രവി അഥവാ രവി മോഹൻ ആയാലൊക്കെ ശിവകാർത്തികേയൻ്റെ സിനിമകൾക്ക് കിട്ടുന്ന കളക്ഷനൊന്നും ഇവരുടെ ഈ അടുത്തുള്ള സിനിമകൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ജീവ ഇത് ശിവകാർത്തികേയന് ഒരു കൊട്ടുകൊടുക്കാൻ വേണ്ടി ഇൻഡയറക്ട്ലി പറഞ്ഞതാണോ, അതായത് ശിവകാർത്തികേയൻ ഞങ്ങളുടെ ഒന്നും അത്ര വളർന്നിട്ടില്ല, നീ ഒരു പയ്യനാകുന്ന രീതിയിൽ ജീവ പറഞ്ഞതാണോ, അത് ശിവകാർത്തികേയനെതിരെയുള്ള നിൽക്കുന്ന ആളുകൾ ഈ രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആയിരിക്കില്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു കോമ്പീറ്ററായിട്ട് കാണുന്നില്ല. പിന്നെ എൻ്റെ കൂട്ടത്തിൽ ജീവ പറഞ്ഞത് താരങ്ങളെയല്ല ഞാൻ കോമ്പീറ്ററായിട്ട് കാണുന്നത്, അവരുടെ PR ടീമിനെയാണ്. അതായത് എൻ്റെ കോമ്പീറ്റേഴ്സിൻ്റെ PR ടീമുകളെയാണ് പ്രശ്നം. അതായത് ഇൻഡയറക്റ്റ്ലി പറഞ്ഞത് താരങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ അവരെ പൊക്കിയടിച്ച് അല്ലെങ്കിൽ മറ്റു താരങ്ങളെ താഴ്ത്തി കെട്ടുന്ന PR ടീമിനെയാണ് ഞാൻ പേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലും കമൻറ്റുകൾ വന്നിരുന്നത് ഇത് ശിവകാർത്തികേയനെ ഉദ്ദേശിക്കുന്നത്. കാരണം ശിവകാർത്തികേയനെ സ്വയം ഒരു സൂപ്പർ സ്റ്റാർ ആക്കുന്ന ശിവകാർത്തികേയൻ്റെ ഒരു PR ടീമുണ്ട് എന്ന രീതിയിലാണ്. ഇപ്പോൾ പരാശക്തി സിനിമ ഇറങ്ങുമ്പോഴും ആ ഒരു രീതി തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ശിവകാർത്തികേയനെ ഇഷ്ടപ്പെടുന്ന
പറഞ്ഞ പോലെ തന്നെ ശിവകാർത്തികേയന് ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സും ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കണം. അത് ഒരു ഉറപ്പ് തന്നെയാണ്. പിന്നെ ആർക്കാണ് ശിവകാർത്തികനോട് ഇത്ര കലിപ്പ്? കാരണം വിജയ് തുപ്പാക്കി എടുത്ത് കൊടുത്തതുകൊണ്ട് മറ്റ് താരങ്ങൾക്കുള്ള കലിപ്പാണോ, താരങ്ങളല്ലെങ്കിൽ അവരുടെ ഒരു ഫാൻസിനുള്ള കലിപ്പാണോ, അതോ ഇനിയിപ്പോൾ പരാശക്തിയുടെ ഒരു ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് വിജയ് ഫാൻസ് അല്ലെങ്കിൽ ഒരു TVK വിഭാഗം ശിവകാർത്തികനെതിരെ വന്നതാണോ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശിവകാർത്തികേയൻ ഇപ്പോൾ പരാശക്തി പരാജയമായി. ഈ പറഞ്ഞ പോലെ ശിവകാർത്തികേയൻ്റെ അവസ്ഥ കുറച്ച് പരിങ്ങലാണ്. ഇനി അടുത്ത 1-2 സിനിമകളിൽ ഒരു ഹിറ്റ് കിട്ടിയില്ലെങ്കിൽ അത് ഒരു അദ്ദേഹത്തിൻ്റെ താരമൂല്യത്തിനെ അത് എന്തായാലും അത് ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശിവകാർത്തികേയൻ ഇതുപോലെ തന്നെ ഹേറ്റേഴ്സ് ഉണ്ടോ, ശിവകാർത്തികേയനെ ഒതുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? ഒന്നില്ലായ്മ നിന്ന് ഒരു ഔട്ട്സൈഡർ വന്ന് അവിടെ ഒരു ടോപ്പ് ഹീറോ ആയി മാറുന്നത് അതിനകത്ത് തന്നെയുള്ള സിനിമ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെയുള്ള ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഡൗൺ ആയി കിടക്കുന്ന ആക്ടേഴ്സ്, ഇവർക്കൊക്കെ ആർക്കെങ്കിലും കലിപ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.